നല്ല ഒരു മനസ്സ് മതി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒരു പെണ്ണ് സ്വർഗ്ഗത്തിലാ. ഈ ഒരുമിച്ച് കൂടിയ നൂറുകണക്കിന് പെണ്ണുങ്ങളെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകണോ? ഒരു നല്ല കാര്യം പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗം ഓസിന് കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഒരു പെണ്ണ് സ്വർഗ്ഗത്തിലാണ്. ഏത് പെണ്ണെന്നറിയോ? രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് വൈകുന്നേരം ഇങ്ങോട്ട് വരുമ്പോ ഹറാമിന്റെ ഭക്ഷണവും പൈസയുമായിട്ട് വരല്ലേ. പട്ടിണി കിടക്കാൻ ഞാനും എന്റെ മക്കളും തയ്യാറാ. പട്ടിണി കിടക്കാനും ഞങ്ങൾ തയ്യാറാ. ഹറാമിന്റെ പൈസയും ലോട്ടറി എടുത്ത പൈസയുമായി ഈ വീട്ടിലേക്ക് കടന്നു വരല്ലേ എന്ന് ഭർത്താവിനെ ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ അവനെ കൊന്നിട്ടാണെങ്കിലും പണം വേണം, പണമുണ്ടെങ്കിലേ ജീവിതത്തിലെ സന്തോഷമുള്ളെന്ന് പറയുന്ന പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചരിത്രം അറിയുമല്ലോ. ഖദീജ ബീവിയെ നിനക്കറിയുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനും ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ 25 കൊല്ലമാണ് കുടുംബജീവിതം നയിച്ചത്. പക്ഷേ പ്രവാചകൻ 63ാമത്തെ വയസ്സിലും ഖദീജയെ കുറിച്ച് പറയുമായിരുന്നു. എന്ത് പറഞ്ഞാലും ഖദീജ, എന്ത് പറഞ്ഞാലും ഖദീജ. മറ്റുള്ള ഭാര്യമാരോട് പറയുമായിരുന്നു എന്റെ ഖദീജാനെ പോലെയാകണം, എന്റെ ഖദീജ എങ്ങനെയായിരുന്നു, എന്റെ ഖദീജ ഇങ്ങനെയായിരുന്നു. മറ്റുള്ള ഭാര്യമാരോട് എപ്പോഴും ഖദീജാനെ കുറിച്ച് റസൂലുള്ള പറയുമായിരുന്നു. സഹിക്കാൻ കഴിയാതെ ഒരു ദിവസം ആയിഷ ബീബി ചോദിച്ചു പോയി, നബിയേ ഈ കിളവിയോട് എത്ര സ്നേഹമെന്റെ നബിയേ. തന്റെ ഭാര്യയെ കിളവി എന്ന് വിളിച്ചപ്പോ റസൂലുള്ളാന്റെ കണ്ണ് നിറഞ്ഞു പോയി. തന്റെ ഭാര്യയെ കിളവി എന്ന് വിളിച്ചപ്പോ റസൂലുള്ളാഹി സഹിച്ചില്ല. അവിടുത്തെ കണ്ണ് നിറഞ്ഞു പോയി. മരിക്കുന്ന കാലത്തോളം പ്രവാചകന് ഖദീജ എന്ന് പറഞ്ഞ കരയുമായിരുന്നു. എന്തിനാരെങ്കിലും അല്പം നല്ല ഭക്ഷണം കൊണ്ടു കൊടുത്താ ഖദീജാന്റെ കൂട്ടുകാരികൾക്ക് കൊടുത്തു വിടുമായിരുന്നു. അത്രയ്ക്ക് സ്നേഹമായിരുന്നു. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് ഒരു പാവപ്പെട്ട മനുഷ്യനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിട്ടു. അവസാനം ആ മനുഷ്യനുണ്ടല്ലോ തന്റെ കയ്യിലിരുന്ന ഒരു മാല കാണിച്ചിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളുടെ പൊന്നുമോള് കഴുത്തിൽ കിടന്ന മാല ഊരി എനിക്ക് നൽകി നബിയേ. തന്റെ കയ്യിലിരിക്കുന്ന മാല എടുത്തിങ്ങനെ കാണിക്കുമ്പോ റസൂലുള്ള കരയുകയാ. അല്ലാഹുവിന്റെ റസൂല് കരയുകയാ. എന്തിനാ നബിയെ കരയുന്നത്? എന്തിനാ നബിയെ കരയുന്നത്? ഒരു മാല ഇങ്ങനെ കാണിച്ചപ്പോ റസൂലുള്ളാന്റെ താടിയിലൂടെ കണ്ണുനീരൊഴുകുകയാ. എന്തിനാ കരഞ്ഞതെന്നറിയോ? ആ മാല ഏതെന്നറിയോ? തന്റെ ഖദീജാന്റെ കഴുത്തിൽ കിടന്ന മാലയാ. തന്റെ ഭാര്യയുടെ കഴുത്തിൽ കിടന്ന മാല കണ്ടപ്പോൾ റസൂലുള്ള കരഞ്ഞുപോയി. കാരണം എന്തെന്നറിയോ? ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരിവിലേക്ക് ഖുറൈശികൾ നാട് കടത്തുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖദീജ, മക്കളെയും കൂട്ടിയിട്ട് നീ വീട്ടിലേക്ക് പോ ഖദീജ. മക്കളെയും കൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പോ ഖദീജ. നിങ്ങളെ ആരാണ് ഖദീജ എന്ന് പഠിക്കണം. ആ ഖദീജാന്റെ ജീവിതം പോലെ ജീവിക്കാൻ പഠിക്കണം പൊന്നുമോള്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മക്കളെയും കൊണ്ട് നീ വീട്ടിലേക്ക് കടന്നു പോ ഖദീജ. കാരണം എന്തെന്നറിയോ? ഖദീജ കോടീശ്വരിയായിരുന്നു. പട്ടിണിയോ ദുരിതമോ വേദനയോ പ്രയാസമോ ഖദീജാൻ അറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിനക്ക് പട്ടിണി കിടക്കാൻ അറിയില്ലല്ലോ, ത്യാഗം സഹിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് മക്കളെയും കൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പോ ഖദീജ. ആ സ്നേഹനിധിയായ ഭാര്യ ചെയ്തതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, എന്നെ പറഞ്ഞു വിടല്ലേ നബിയേ, എന്നെ പറഞ്ഞു വിടല്ലേ നബിയേ. മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും ഈ ഖദീജ കൂടെയുണ്ട് നബിയേ. പട്ടിണി കിടന്ന് മരിക്കാനാണെങ്കിലും ഞാൻ കൂടെയുണ്ട് നബിയേ. എന്നെ പറഞ്ഞു വിടല്ലേ എന്ന് ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് കരയുമ്പോ പെങ്ങളെ
ജീവിതം അതാണ് പൊന്നുമോള്. അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടൂ. പടച്ച റബ്ബ് നിനക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് എന്തേ ചിന്തിക്കാത്തത്? എത്ര കിട്ടിയാൽ തികയാത്ത പെണ്ണുങ്ങളുണ്ട്, എത്ര കിട്ടിയാൽ തികയാത്ത പെണ്ണുങ്ങളുണ്ട്. ഉമ്മമാരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ വിശന്ന വയറോടെ വീടിന്റെ അകത്തേക്ക് ഓടി വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന് വിശന്ന വയറോടെ വീട്ടിലേക്ക് കയറി വന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു, ആയിഷ കഴിക്കാൻ വല്ലതുമുണ്ടോ ആയിഷ? ഭർത്താവ് വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് ഭക്ഷണം ചോദിക്കുമ്പോ ഭാര്യ നിന്ന് കരയുകയാ, ആയിഷ ബീബി നിന്ന് കരയുകയാ. ഒന്നുമില്ലെന്ന് മനസ്സിലായ പ്രവാചകൻ ചോദിച്ചു, ഇത്തിരി വെള്ളം തരുവോ ആയിഷ? എനിക്കിത്തിരി വെള്ളം തരുവോ ആയിഷ? രണ്ട് കൈയും മുഖത്തിങ്ങനെ പിടിച്ചിട്ട് പൊട്ടിക്കരയുകയാ. ഇല്ലായിരുന്നു പെങ്ങള്, ഭർത്താവിന് കുടിക്കാൻ കൊടുക്കാ പച്ചവെള്ളം പോലും ആ വീടിന്റെ അകത്തില്ലായിരുന്നു പെങ്ങള്. എന്റെ പ്രിയപ്പെട്ടവര്, തന്റെ പ്രിയപ്പെട്ട ഭാര്യ കരയുമ്പോ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ആയിഷ നീ എന്റെ കൂടെ ഇല്ലേ ആയിഷ? നീ എന്റെ കൂടെ ഇല്ലേ ആയിഷ? പെങ്ങളെ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, എന്റെ വീടിന്റെ അകത്തെങ്ങാണം വിളക്കിന്റെ അകത്തൊഴിക്കുന്ന എണ്ണയുണ്ടല്ലോ, എന്റെ വീടിന്റെ അകത്തെങ്ങാണം എന്റെ വീടിന്റെ അകത്തെങ്ങാണം വിളക്കിന്റെ അകത്തൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ വിശപ്പ് കാരണം, ദാഹം കാരണം ഞാനതെടുത്ത് കുടിക്കുമായിരുന്നു സഹാബാ. കുടിക്കാൻ വെള്ളം പോലുമില്ലാത്ത വീട്, കുടിക്കാൻ വെള്ളം പോലുമില്ലാത്ത വീട്. പഠിക്കണം പൊന്നുമോളെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് എവിടെ നിന്നോ അല്പം മാവ് കിട്ടി ഒരു റൊട്ടി ഉണ്ടാക്കി കഴിക്കുന്നതിന് വേണ്ടി ഭക്ഷണം എടുത്തപ്പോഴാണ് വാപ്പാനെ ഓർമ്മ വരുന്നത്. ഓടുകയാ. ബീബി പറഞ്ഞു, വാപ്പോ എന്റെ കൈ കൊണ്ടുണ്ടാക്കിയതാ, എന്റെ കൈ കൊണ്ടുണ്ടാക്കിയതാ. വാപ്പ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ. തന്റെ പൊന്നാര മകളൊരു റൊട്ടി കഷ്ടം കൊണ്ട് വാപ്പയുടെ കയ്യിൽ കൊടുക്കുമ്പോ റസൂലുള്ള കരയുകയാണ്. ഭക്ഷണത്തിന് നോക്കിയിട്ട് ലോകത്തിന്റെ നേതാവ് കരയുകയാ. എന്തിനാ നബിയെ കരയുന്നത്? പൊന്നുമോള് ചോദിക്കുന്നു, എന്തിനാ വാപ്പാ കരയുന്നത്? ഫാത്തിമ 3 ദിവസങ്ങൾക്ക് ശേഷം കാണുന്ന ആദ്യത്തെ ഭക്ഷണമാണ് ഫാത്തിമ. പെങ്ങളെ, അല്ലാഹു നിനക്ക് ഇങ്ങനെ ഒരു ഗതി തന്നില്ലല്ലോ, ഇങ്ങനൊരു അവസ്ഥ നിനക്ക് തന്നില്ലല്ലോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസ്ഥ എന്തെന്നറിയോ? റബീഉൽ അവ്വൽ മാസമാണല്ലോ, റബീഉൽ അവ്വൽ 12 കടന്നു വരികയാണല്ലോ. ലോകത്തിന്റെ നേതാവ് വഫാത്താകുന്നതിന്റെ തലേ ദിവസം റസൂലുള്ളാഹിന്റെ വീടിന്റെ അകത്ത് വിളക്ക് കത്തിച്ചില്ല ഉമ്മ. റസൂലുള്ളാഹിന്റെ വീടിന്റെ അകത്ത് റബീഉൽ അവ്വൽ 11 വിളക്ക് കത്തിക്കുന്നില്ലോ. വീടിന്റെ അകത്ത് വല്ലാത്ത ഇരുളാ. ആയിഷ, എന്ത് വിളക്ക് കത്തിക്കാത്തത്? മാറി നിന്ന് കരയുകയാണ്, മാറി നിന്ന് കരയുകയാണ്. പടച്ചവരേ, എണ്ണയില്ലായിരുന്നു ഉമ്മ. റസൂലുള്ളാഹിന്റെ വീടിന്റെ അകത്ത് വിളക്കിനകത്തൊഴിക്കുന്ന എണ്ണ പോലും ഇല്ലായിരുന്നു. അവിടത്തെ പടയെങ്കി പണയമായിരുന്നു, അവിടത്തെ പടയെങ്കി പണയമായിരുന്നു. അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കൂ, എന്നിട്ട് നന്ദി രേഖപ്പെടുത്തൂ. അല്ലാഹു നിനക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ കുറിച്ച് ചിന്തിച്ചിട്ട് നീ ആ നിഅമത്തുകൾക്ക് പടച്ച റബ്ബിനോട് നീ അതാ ശുക്ർ ചെയ്യാൻ തീരുമാനിക്കുക ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയോ, യതീമായവർക്ക് വേണ്ടിയോ, ഒരു നേരത്തെ അന്നമില്ലാത്തവന് വേണ്ടിയോ, രോഗം പിടിച്ച് ശരീരം മുഴുവനും കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി കിടക്കുന്ന എത്രയോ രോഗികളുണ്ട്. പടച്ചവരെ, കിടന്ന് തോലുകൾ പോലും മുരിഞ്ഞുപോയ രോഗികൾക്ക് താങ്ങാകുന്ന ഒരു കൂട്ടായ്മയാ സംഘാടകർ മുന്നിലേക്ക് കടന്നു വരുന്നു. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കയെടുത്തു. പ്രതിഫലം തരാമെന്ന് പറഞ്ഞത് അല്ലാഹുവാ. പ്രതിഫലം
മുഴുവൻ തരാമെന്ന് പറഞ്ഞത് അല്ലാഹുവാ. കൊടുത്തെന്ന് പറഞ്ഞു ഒരിക്കലും കുറയൂല, കൊടുത്തെന്ന് പറഞ്ഞു ഒരിക്കലും കുറയൂല. റസൂലുള്ളാഹി പറഞ്ഞത് എന്തെന്നറിയോ? അസ്സദഖത്തു റദ്ദുൽ ബലാ. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നോ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നോ. പഠിച്ചവര്, അല്ലാഹു നിനക്ക് മാരകമായ രോഗം തന്നിട്ടുണ്ടെങ്കിലോ, ക്യാൻസറിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ എന്നറിയുവോ? പെങ്ങള് തിരിച്ചറിയാൻ കഴിയുവോ? ബ്രെയിൻ ട്യൂമർ ഉണ്ടോ, കിഡ്നി തകർന്നു പോയിട്ടുണ്ടോ എന്ന് നമ്മളിൽ പലർക്കും അറിയൂല. പക്ഷേ മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുത്താൽ, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുത്താൽ അല്ലാഹു നിനക്ക് തരാനിരിക്കുന്ന വിപത്തുകള് മരുന്നില്ലാതെ അല്ലാഹു ശിഫയാക്കി തരും. വാപ്പാ, അല്ലാഹു നിന്റെ രോഗങ്ങൾക്ക് ശിഫ തരികയാണ്. നിനക്ക് അല്ലാഹു സന്തോഷം തരികയാ, നിനക്ക് അല്ലാഹു സമാധാനം തരികയാ. പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്, പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക എടുത്തോ. അല്ലാഹുവേ, അല്ലാഹുവേ, മഴവെള്ളം പെയ്തപ്പോ, ഒന്ന് മഴ പെയ്തപ്പോ സർവ്വതം ഒലിച്ചു പോയ കാഴ്ച കണ്ടവരല്ലോ, എല്ലാം നഷ്ടപ്പെട്ടു പോയ കാഴ്ച കണ്ടവരല്ലോ. ഈ വയനാടിന്റെ പരിസരത്തുള്ള ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദേ, എന്റെ വീട് ഇടിഞ്ഞു വീണപ്പോ ആ കാഴ്ച കണ്ടിട്ട് എന്റെ ഉമ്മയുടെ ബോധം നഷ്ടപ്പെട്ടു പോയി, ഉമ്മയുടെ ബോധം നഷ്ടപ്പെട്ടു പോയി. ഇരുന്ന് ചിരിക്കുകയാണ് ഉസ്താദ്. പഠിച്ചവനെ, എന്റെ പ്രിയ സുഹൃത്ത് മുജീബൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, നെഞ്ചു പൊട്ടുന്ന കാഴ്ചയാ. പാവങ്ങളുടെ മുഴുവനും നഷ്ടപ്പെട്ടു പോകുമ്പോ, എല്ലാ വെള്ളത്തിലും ഒലിച്ചു പോകുമ്പോ, എന്തിനും മരിച്ച് കബറടക്കിയവരുടെ മയ്യത്ത് പോലും ഒലിച്ചു പോകുന്ന കാഴ്ച കണ്ടവരല്ലോ. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ളവരെ, കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ വേദന അറിയൂ. അല്ലാ, ആ പാവങ്ങളെ നീ സഹായിക്കണേ അല്ലാ. നഷ്ടപ്പെട്ടു പോയവർക്കൊരു വഴി തുറന്നു കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് സംഘാടകർ പാവങ്ങൾക്ക് വേണ്ടിയാ വരുന്നത്, പണക്കാർക്ക് വേണ്ടിയല്ലോ, അവരുടെ മക്കൾക്ക് വേണ്ടിയല്ലോ, അവർക്ക് വീട് വെക്കാൻ വേണ്ടിയല്ലോ, അവർക്ക് നാട്ടുകാരുടെ മുന്നിൽ വലിയവനാകാനല്ലോ. ഒരു നേരത്തെ അന്നമില്ലാത്തവന്, പാവപ്പെട്ടവര് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയോ, മരുന്ന് കൊടുക്കുന്നതിന് വേണ്ടിയോ. പടച്ചവനെ, ഇനി മുതൽ കിടന്ന് കിടപ്പിൽ കിടന്നിട്ട് ഒരു ഉമ്മയുടെയും തോല് പൊട്ടാൻ പാടില്ല, ഒരു വാപ്പയുടെയും തോല് പൊട്ടാൻ പാടില്ല. പടച്ചവനെ വിട്ട് വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ബാത്റൂമിലേക്ക് പോകാൻ പോലും കഴിയാതെ കിടക്കുന്ന വാപ്പമാര് ഒരു വീൽചെയർ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ്. പടച്ചവനെ, കാലില്ലാത്തവർക്ക്, കൈയില്ലാത്തവർക്ക്, കണ്ണില്ലാത്തവർക്ക് പടച്ചവനെ സഹായത്തിന്റെ കസ്തവുമായി കിടന്നു വരികയാ. അല്ലാഹു തരാമെന്ന് പറഞ്ഞ പ്രതിഫലം, അല്ലാഹു തരാമെന്ന് പറഞ്ഞ പ്രതിഫലം. ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗം തരാമെന്നല്ലയാ പറഞ്ഞത്, അല്ലാഹുവാണ് പറഞ്ഞത് സ്വർഗം തരാമെന്ന്. വേണോ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ സ്വർഗം വേണോ? നിങ്ങളെ പടച്ചറപ്പിന്റെ സ്വർഗം വേണോ? ചോദിക്കാ സമയമില്ല. കയ്യിൽ കിടക്കുന്ന സ്വർണം നല്ല കാര്യത്തിന് വേണ്ടി കൊടുക്കുമെങ്കിലോ. നീ ഒരുപാട് വേദന സഹിച്ചവളല്ലോ, ഒരുപാട് കാഴ്ചകൾ കണ്ടവളല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സറിഞ്ഞിട്ട് കൊടുത്തു. അല്ലാഹു തരുന്ന പ്രതിഫലം, ഒന്നാമത്തെ പ്രതിഫലം നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളോ, നിന്റെ ജീവിതത്തിലെ ദുഃഖവും ദുരിതവും അല്ലാഹു വേദനകളും മാറ്റിത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, രണ്ടാമത്തെ പ്രതിഫലം എന്താ? വഅബ്ശിറൂ ഫിൽ ജന്ന. പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ, ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും എടുക്കുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ. പോകണ്ടേ ചെറുപ്പക്കാരാ, കാണണ്ടേ ചെറുപ്പക്കാരാ. മരിക്കുന്ന സമയത്ത് പടച്ചറപ്പിന്റെ സ്വർഗം കണ്ടിട്ട് വെള്ളിയാഴ്ച രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും പറഞ്ഞു മരിക്കാ കൊതിയില്ലേ പൊന്നുമോനെ? അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബക്കറ്റ് വരുവൊന്നും ഇല്ല ഇവിടെ.
പടച്ചവനെ ബക്കറ്റ് പിരിവില്ലാത്ത ഒരു ആദ്യത്തെ സംഘാടകര. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താപ്പാ ബക്കറ്റ് ഉണ്ടോപ്പാ? ബക്കറ്റ് ഒരു ബക്കറ്റ് എടുത്തിട്ടോ. ബക്കറ്റ് ഉള്ളെടുത്ത ബക്കറ്റ് എപ്പോ എടുത്തിട്ട് പാടെ. എടുത്ത കാശ് ശൈത്താൻ പറയും തിരിച്ചു വെച്ചേക്കാം. ശൈത്താൻ പറയും ആ തിരിച്ചു വെച്ചേക്കാം. ഓന്റെ തലയ്ക്കൊന്നുകൂടി എടുത്തോ. സ്വർഗം അള്ളാഹു തരും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഘാടകരെന്താ പോയി ബക്കറ്റ് എടുത്തിട്ട് വാ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഓടി വാ. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ്. കൈയിട്ടോ, ഇന്നും കൂടെ പറ്റൂ. നാളെ ഇതേ സമയം പള്ളി കാട്ടി കിടക്കാം കേട്ടാ. എല്ലാരും ഒന്ന് കൈയിട്ടെ. മനസ്സിലിരുന്നിട്ടൊരു നല്ല സദഖ. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. പെട്ടെന്ന് ഷംനാദിന്റെ ലൈസൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഷംനാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ലൈസൻസ്, നല്ല താടിയൊക്കെ ഉണ്ട്. ഷംനാദിന്റെ ലൈസൻസ് ഇവിടെ ഉണ്ട് കേട്ടാ. ഷാല മേടിച്ചോ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. തലയുടെ മുകളിൽ നോക്കൊരു മലക്ക് നിന്നെയും കാത്ത് നിൽക്കുന്നുണ്ട്. പോക്കറ്റിൽ വെച്ചിട്ട് നീ ഇട്ടില്ലെങ്കിൽ ആ മലക്കിന്റെ ശാപം കിട്ടും, ഇട്ട ആ മലക്കിന്റെ ദുആ കിട്ടും. ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ പറഞ്ഞു, രണ്ട് പെങ്ങളെ, പണമൊന്നും വേണ്ട മോളെ, പട്ടിണിയെങ്കിൽ പട്ടിണി, സന്തോഷമെങ്കിൽ സന്തോഷം, ദുഃഖമെങ്കിൽ ദുഃഖം, സമാധാനത്തോടെ ജീവിക്ക്. ഏറ്റവും വലിയ സമ്പത്ത് സ്നേഹമാണ്. അത് മനസ്സിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒന്നും വേണ്ട. കഞ്ഞിയും വേറെങ്കിൽ കഞ്ഞിയും വേറെ. ഇത് കണ്ടിട്ടില്ലേ ഈ റോഡിൽ കുഴിയെടുക്കണ തമിഴ്നാട്ടിലെ ആൾക്കാർ? അല്ലാ, ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് നിന്നാ കുഴിയെടുക്കണേ. കടത്തിണ്ണെ കിടക്കണ കിടപ്പണ്ട. എന്തൊരു സന്തോഷം എന്നറിയോ. നിന്റെ കൊട്ടാരത്തി അത് കിട്ടൂല. കാരണം എന്തേ? നിനക്ക് എത്ര കിട്ടിയാലും തികയില്ല, അവർക്ക് കിട്ടിയ തികയും. അതാ വ്യത്യാസം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ പ്രതിഫലം പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബ അവിടെന്ന് പറഞ്ഞു, വറള ബിമാ ഖസമല്ലാഹു ലക തകുന്ന ഗനന്നാസ്. അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ. അവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും. അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ ചെയ്യുന്നു, അല്ലാഹുവേ നീ അവരുടെ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ 3 ആയത്തുകൾ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 3 ആയത്തുകൾ ആരെങ്കിലും എല്ലാ ദിവസവും ഓതിയാൽ 2 പ്രതിഫലം, 70,000 മലക്കുകളുടെ സംരക്ഷണം. 70,000 മലക്കുകളുടെ സംരക്ഷണം. മരിച്ച ഷഹീദിന്റെ കൂലി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അതുകൂടെ പറഞ്ഞിട്ട് വേണം നമുക്ക് ദുആ ചെയ്ത് പിരിയാൻ. ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരട്ടെ. ഉറക്കൊന്ന് പറഞ്ഞുതരട്ടെ. പറട ചങ്ങായിമാരെ പറഞ്ഞുതരട്ടെ. നിങ്ങൾ എന്തിനും കൂടെ ഉണ്ടല്ലോ. സബ് ജൂനിയർ വിഭാഗം എന്തിനുണ്ട്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാഹു മക്കളെയൊക്കെ സാലിഹീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. സാധാരണ കൊച്ചുകുട്ടികളെ പറയുമ്പോൾ അവന്മാര് നമ്മളെ ശശിയാക്കല പതിവ്. കൊച്ചുകുട്ടികളെ എന്തെങ്കിലും പറയും. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ വലിയ ബുദ്ധി. അപ്പൊ നബിദിനൊക്കെ കടന്നു വരുമ്പോ റബീഉൽ അവ്വൽ മാസമാണ്. മൗലിദിന്റെയൊക്കെ കാര്യങ്ങൾ കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൂലുകൾ വാലു വെക്കണ പോലെ ഇങ്ങനെ കേൾക്കിയിട്ട് അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന കാലവാ. അള്ളാഹു നമ്മുടെ വളർന്നു വരുന്ന യുവ സമൂഹത്തിന് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുപ്പക്കാർക്കൊക്കെ വലിയ ബുദ്ധിയാണ്. എന്നിട്ട് നോക്ക്, ചെറുപ്പക്കാർക്ക് ഞാൻ തന്നെ ഒരു പയ്യന്റെ മുന്നിൽ മുട്ടുമടക്കി പോയി. ഒരു ചെറുപ്പക്കാരന്റെ ഒരു ചോദ്യത്തിന്റെ മുന്നിൽ ഇന്ന് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം. എന്നിട്ട് നോക്ക്, ആദം നബി അലൈഹിസ്സലാമിന്റെ വാലി
ഏത് സൂറത്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ فسبح بحمد ربك واستغفره إنه كان توابا. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ, ജനങ്ങൾ മുഴുവനും ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാ, എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു നബിയേ. അതുകൊണ്ട് യാ റസൂലല്ലാഹ് فسبح بحمد ربك واستغفره إنه كان توابا. അല്ലാഹുവിലേക്ക് മടങ്ങാൻ സമയമായി നബിയേ. അതുകൊണ്ട് ഇബാദത്തുകൾ അധികരിപ്പിക്കണേ, ഇസ്തിഗ്ഫാർ അധികമായിട്ട് പറയണേ. മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പ്രവാചകനോട് പറയുമ്പോ ആ സൂറത്ത് ഞാനും നിങ്ങളും ഓതുന്നവരാണ്. അതുകൊണ്ട് ഈ റബീഉൽ അവ്വലിന്റെ രാത്രിയിൽ ഒരുമിച്ച് കൂടിയവരോടും എനിക്ക് പറയാറുള്ളത്, ഫസബ്ബിഹു ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബാ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ പോലും ലോകത്ത് നിന്ന് യാത്രയായെങ്കിൽ നമ്മളും പോകേണ്ടവരാണല്ലോ. അതുകൊണ്ട് ഒരുങ്ങ സഹോദരാ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോയാലും അവസാനം അവിടേക്ക് തന്നെ തിരിച്ചു പോകേണ്ടവരാ. അല്ലയാ പറഞ്ഞത്, നീ എവിടെ പോയാലും, ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും ഒരു ദിവസം എന്റെ മുന്നിലേക്ക് മടങ്ങി വിടേണ്ടവനാണെന്ന് അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോ ഒരു ഭീഷണിയുടെ സ്വരത്തില്, ഒരു താക്കീതിന്റെ സ്വരത്തിൽ അല്ലാഹു പറയുകയാ, എടാ നീ എന്റെ മുന്നിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് അല്ലാഹു പറയുമ്പോ പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ രാത്രിയിൽ ഒരുമിച്ച് കൂടിയ ഉമ്മ എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല, ഏത് കോലത്തിലാണെന്നറിയില്ല, ഏത് രൂപത്തിലാണെന്നറിയില്ല, എപ്പോഴെവിടെ വെച്ചാണ് മലക്കുൽ മൗത്തിനെ കണ്ടുമുട്ടുന്നതെന്നറിയില്ല. ഒന്നിനും സമയം കിട്ടൂല ഉമ്മ, ഒന്നിനും സമയം കിട്ടൂല ഉമ്മ. ഒന്ന് കരയാനൊന്ന് തൗബ ചെയ്യാ, ഒന്ന് യാത്ര പറയാനൊന്ന് പൊരുത്തം ചോദിക്കാ. ഒന്നിനും സമയം കിട്ടൂല ഉമ്മ. വിളിക്കാതെ മരണമെന്ന് പറയുന്ന അതിഥി എപ്പോഴാണ് വരുന്നതെന്നറിയില്ല. മരിക്കാൻ ക്യാൻസർ വേണ്ട, ട്യൂമർ വേണ്ട, കിഡ്നി തകരണ്ട, ഒരു പനിയോ തലവേദന പോലും വേണ്ട. നിങ്ങളെ മരിക്കാൻ ഇതൊന്നും വേണമെന്നില്ല, അതൊന്നും വേണമെന്നില്ല. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. തുഅമ്മീലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രീ ഇലാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി وكم من صحيح مات من غير علة وكم من مريض عاش دهرا على دهري. കവി ചോദിക്കുകയാ, കവി എവിടെന്ന് ചോദിച്ചതുപോലെ പഠിച്ചവനെ എത്രയോ ആരോഗ്യമുള്ളവർ പെട്ടെന്ന് വീണ് മരിച്ചു പോകുന്ന മയ്യത്ത് കണ്ടതാ ഉമ്മ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സ്നേഹം കൊണ്ട് പറയുകയാവുന്നു നന്നാവുമ്മ. എപ്പോഴും പറയുന്ന സിറാജ് ഉസ്താദേ, മരണത്തിന്റെ പ്രസവത്തിന് വല്ലാത്ത വേദനയാ. ആ വേദന അനുഭവിച്ചവളല്ലേ ഉമ്മ. പ്രസവ വേദന മരണവേദനയാണെന്ന് നിന്റെ നാവ് കൊണ്ട് നീ പറയുമല്ലോ, അതുപോലും നിന്നെ കൊണ്ട് താങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു വേദന നിനക്ക് വരാനുണ്ടല്ലോ. ഒരിക്കലും താങ്ങാൻ കഴിയാത്ത ഒരു വേദന നിനക്ക് വരാനുണ്ടല്ലോ. അതുകൊണ്ട് തയ്യാറെടുക്കും ഉമ്മമാര്, എന്റെ പ്രിയപ്പെട്ട സഹോദരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണേ, മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണേ. മലക്കുൽ മൗത്തിനെ ചിരിക്കുന്ന മുഖത്തോട് നിന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് സ്വലാത്ത്
عليك يا ولي എന്ന് സലാം പറഞ്ഞുകൊണ്ട് വെള്ളവസ്ത്രം ധരിച്ചിട്ട് പടച്ചവനെ ചിരിക്കുന്ന മുഖത്തോടെ സുഗന്ധം അടിച്ചുകൊണ്ട് നിന്റെ വീടിന്റെ അകത്തേക്ക് അസ്റായീൽ കടന്നു വരുന്നത് എപ്പോഴാണെന്നറിയില്ലോ. പക്ഷേ എപ്പ കണ്ടാല് ചിരിക്കുന്ന മുഖത്തോടെ കാണണമെന്ന് ആഗ്രഹമില്ലോ. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ പാപങ്ങൾക്ക് വേണ്ടി ഒരു സദഖ ചെയ്തിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാ. ഒരു സദഖ ചെയ്തിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെടുന്നതിന്റെ വഫാത്തിന്റെ തലേ ദിവസമുണ്ടല്ലോ, രോഗം പിടിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീടിന്റെ അകത്ത് കിടക്കുകയാ. ഓരോ റബീഉൽ കടന്നു വരുമ്പോഴും പുണ്യ പ്രവാചകന്റെ ജീവിതം വായിച്ചു നോക്കുന്ന ചെറുപ്പക്കാരാ, മക്കളെ പ്രവാചകൻ ആരാണെന്ന് പഠിക്കണമടാ പൊന്നുപോരു. ചിലര് പറയാറുണ്ട്, സാദേ ഗാന്ധിജിയുടെ ചരിത്രം വായിച്ചിട്ടുണ്ട്, ഗാന്ധിജിയുടെ ആത്മകഥ വായിച്ചിട്ടുണ്ട്, അബ്ദുൽ കലാമിന്റെ ചരിത്രം ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്നവരെ റസൂലുള്ളാഹിന്റെ ജീവിതമൊന്ന് വായിച്ചിട്ടുണ്ടോ? ഇന്നവരെ പ്രവാചകന്റെ പുണ്യനബിയുടെ ജീവിത ചരിത്രം വായിച്ചിട്ടുണ്ടോ? ചെറുപ്പക്കാരാ, റസൂലുള്ളാഹി പറയുകയാ, പ്രവാചകന്റെ ജീവിത ചരിത്രം വായിച്ച അവന്റെ പ്രവാചകനെ സന്ദർശിച്ചവനെ പോലെയാ. ലോകത്തിന്റെ നേതാവിന്റെ ചരിത്രം വായിച്ചാൽ ആ പുണ്യപ്രവാചകന്റെ ജീവിതം, ആ പുണ്യപ്രവാചകന്റെ ജീവിത ചരിത്രം വായിച്ചു നോക്കിയാ അല്ലാഹുവിന്റെ പ്രവാചകനെ സന്ദർശിച്ചവനെ പോലെയാ. എന്റെ പ്രിയമുള്ളവരെ, അവൻ അല്ലാഹുവിന്റെ തൃപ്തിയുണ്ട്, അവൻ അല്ലാഹുവിന്റെ തൃപ്തിയുണ്ട്, അവന് നാളെ സ്വർഗമുണ്ടെന്ന് ഹദീസ് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിങ്ങളുടെ വീടിന്റെ അകത്ത് റബീഉൽ അവ്വൽ 11 വീടിന്റെ അകത്ത് വിളക്ക് കത്തിക്കാൻ എണ്ണയില്ല. ആയിഷ ബീവി കരഞ്ഞുകൊണ്ട് പറയുന്നു, അതാ തന്റെ മറ്റുള്ള ഭാര്യമാരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. അവിടുന്ന് കിട്ടിയ എണ്ണയുമായി വീട്ടിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അകത്ത് വിളക്ക് കത്തിക്കുകയാ. പടച്ചവരേ, പ്രവാചകനതാ രോഗം പിടിച്ച് കിടക്കുകയാണ്. പിറ്റേ ദിവസം റബീഉൽ അവ്വൽ 12 ബിലാൽ തങ്ങൾ സുബഹിന്റെ ബാങ്ക് വിളിക്കുകയാണ്. നമസ്കരിക്കാൻ സഹാബികൾ മുഴുവനും പള്ളിക്കകത്ത് വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ നമസ്കരിക്കുമ്പോ, പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ പ്രവാചകൻ പറഞ്ഞു, ആയിഷ, ആ തുണിയൊന്ന് മാറ്റി ആയിഷ, മറയൊന്ന് മാറ്റി ആയിഷ. പെങ്ങളേ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബികളെ മുഴുവനും നോക്കുകയാണ്. ഓരോ മനുഷ്യനെയും അല്ലാഹുവിന്റെ റസൂൽ നോക്കുകയാ. അവസാനം എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീടിന്റെ അകത്ത് കിടക്കുകയാണ്. പടച്ചവനെ, പെട്ടെന്ന് പ്രവാചകന് രോഗമങ്ങ് കൂടുകയാ. അല്ലാഹുവിന്റെ റസൂലിന് പെട്ടെന്ന് രോഗമങ്ങ് കൂടി. അല്ലാഹുവിന്റെ പ്രവാചകന് പെട്ടെന്ന് രോഗം കൂടുകയാണ്. റസൂലുള്ള ബോധമില്ലാതെ വീടിന്റെ അകത്ത് കിടക്കുകയാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇരുന്ന് കരയുന്നുണ്ട്. തന്റെ പൊന്നുമോള് മഹ്ദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഇരുന്ന് കരയുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന് വീടിന്റെ അകത്ത് തളർന്നു കിടക്കുകയാണ്. ആ സമയമുണ്ടല്ലോ, വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാണ്. السلام عليك يا أهل بيت النبوة افتح الباب. അവിടുന്ന് വിളിച്ചു പറയുന്ന പ്രവാചകന്റെ കുടുംബമേ, ഒന്ന് വാതില് തുറക്കുവോ, ഒന്ന് വാതില് തുറക്കുവോ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, എന്റെ ഉപ്പാന് സുഖമില്ല, എന്റെ വാപ്പ രോഗം കൂടിയിട്ട് കിടക്കുകയാ, സംസാരിക്കാനും പോലും എന്റെ വാപ്പയ്ക്ക് കഴിയുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ. കരഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മറുപടി പറയുന്നു, അല്ലാഹുവേ, കുറെ സമയം കഴിഞ്ഞ്
കഴിഞ്ഞു. രണ്ടാമതും കേൾക്കുന്നു അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. പടച്ചവനെ ആയിഷ ഫാത്തിമ ബീവി വിളിച്ചു പറഞ്ഞു, എന്റെ ഉപ്പയ്ക്ക് സുഖമില്ല, പോയിട്ട് നിങ്ങൾ പിന്നെയും വരുവോ? അവിടെ നിന്ന് ഫാത്തിമ ബീവി രണ്ടാമതും മറുപടി പറഞ്ഞു. പക്ഷേ കുറെ സമയം കഴിയുമ്പോ സുബ്ഹാനല്ലാഹ് മൂന്നാമതും വിളിക്കുന്നു അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. റസൂലുള്ളാഹി പറയുന്നു, മോളെ ഫാത്തിമ വാതില് തുറക്കു ഫാത്തിമ, വാതില് തുറക്കു ഫാത്തിമ. പടച്ചവരെ വാതില് തുറക്കുമ്പോ ആരാണ് കടന്നു വന്നതെന്നറിയോ? മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. അവിടുന്ന് സലാം പറയുകയാ, എന്റെ അസ്റായീലേ, എന്നെ രോഗസന്ദർശനം നടത്താമെന്നതാണ് അസ്റായീൽ. നബിയേ, രോഗസന്ദർശനം നടത്താറ് അങ്ങനെ വാദം തന്നാൽ അങ്ങയുടെ റൂഹ് പിടിക്കാൻ കടന്നു വന്നതാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ അവസാനം അനുവാദം കൊടുത്തു. കാലിന്റെ തള്ളവൻ നിന്ന് റൂഹ് പിടിക്കുകയാ, കാലിന്റെ തള്ളവൻ നിന്ന് റൂഹ് പിടിക്കുകയാ. അവിടെ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ റസൂല് കിടന്ന് പിടയുകയാണ്. അവിടെ നിന്ന് പറഞ്ഞുപോയി, അസ്റായീലേ, എന്തൊരു വേദനയാണ് അസ്റായീൽ, ഒന്ന് പതുക്കെ പിടിക്കുവോ അസ്റായീൽ, എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല അസ്റായീൽ. ലോകത്തിന്റെ നേതാവ് കരഞ്ഞുകൊണ്ട് പറയുമ്പോ മലക്കുൽ മൗത്ത് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, ഇതിനെക്കാലം മയമായി റൂഹ് പിടിക്കാൻ എനിക്കറിയില്ല നബിയേ, ഇതിനെക്കാലം മയമായി പിടിക്കാൻ എനിക്കറിയില്ല നബിയേ. ഒരുപാട് പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാ, കുഞ്ഞു കുഞ്ഞുങ്ങളുടെ റൂഹ് പോലും ഞാൻ പിടിച്ചിട്ടുണ്ട് നബിയേ. ഇന്ന് വരെ എന്റെ കൈ വിറച്ചിട്ടില്ല, ഇന്ന് വരെ എന്റെ കൈ വിറച്ചിട്ടില്ല. യാ റസൂലല്ലാഹ്, ഇതിനെക്കാളും മയമായിട്ട് പിടിക്കാൻ എനിക്കറിയില്ല നബിയേ. നിങ്ങളെ ആരുടെ റൂഹ് പിടിച്ചപ്പോഴെന്നറിയോ? ആരുടെ റൂഹ് പിടിച്ചതെപ്പോഴെന്നറിയോ? റബീഉൽ അവ്വൽ 11 രോഗം പിടിച്ച റസൂലുള്ളാഹി വീടിന്റെ അകത്ത് കിടക്കുമ്പോ, രോഗം പിടിച്ചിട്ട് വീടിന്റെ അകത്ത് കിടന്ന പ്രവാചകന് പെട്ടെന്ന് ഞെട്ടി ഉണർന്നിട്ട് വിളിക്കുന്നു, ആയിഷ, 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 പെട്ടെന്ന് ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടി വരുമ്പോ അവിടുന്ന് പറഞ്ഞു, ആയിഷ, ഇന്ന സ്ഥലത്ത് കുറച്ച് ദിർഹം ഇരിക്കുന്നുണ്ട്, എടുത്തുകൊണ്ടുവാ ആയിഷ. ഇന്ന സ്ഥലത്ത് 6 or 7 ദിർഹം അവിടെ വെച്ചിട്ടുണ്ട്, എടുത്തുകൊണ്ടുവാ ആയിഷ. വീടിന്റെ അകത്ത് വെച്ചിരുന്ന ദിർഹം എടുത്തുകൊണ്ടുവന്ന പ്രവാചകന്റെ കരത്തിലേക്ക് വെച്ച് കൊടുക്കുമ്പോ റസൂലുള്ളാഹി കരയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ കരയുകയാ, എന്റെ നബിയേ, എന്റെ നബിയേ, ആയിഷ, ഇതെന്റെ കയ്യിലിരിക്കുന്ന സമയത്താണ് ഞാൻ ഇന്ന് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ ഞാൻ രക്ഷപ്പെടൂലല്ലോ ആയിഷ. അതുകൊണ്ട് എന്റെ കണ്ണടയുന്നതിന് മുമ്പ് പാവങ്ങൾക്ക് കൊണ്ടുപോയി സദഖ കൊടുക്കുക ആയിഷ. തന്റെ വീടിന്റെ അകത്തിരുന്ന അവസാനത്തെ ദിർഹവും സദഖ കൊടുത്ത നബി മുഹമ്മദ് മുസ്തഫ. തന്റെ വീടിന്റെ അകത്തിരുന്ന അവസാനത്തെ ദിർഹവും സദഖ കൊടുത്ത നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ഒന്നുമില്ലാത്തവനെ പോലെ, ഒന്നുമില്ലാത്തവനെ പോലെ പാതിരാത്രി സുജൂദിൽ കിടന്നിട്ട് ആയിഷ ബീവിയും റസൂലുള്ളാഹിയും വീടിന്റെ അകത്ത് പട്ടിണി കിടക്കുകയാണ്. പ്രവാചകന്റെ
ഒറ്റിക്കിടക്കുന്ന വയറ് കണ്ടിട്ട് ആയിഷാ ബീവി ഇരുന്ന് കരയുകയാ. അവസാനം തളർന്ന് ഉറങ്ങിപ്പോയി. രാത്രി നോക്കുമ്പോ ആയിഷാ ബീവി നോക്കുമ്പോ അടുത്തിരുന്ന ഭർത്താവിനെ കാണുന്നില്ല. ഞെട്ടി ഉണർന്നിട്ട് തരയുമ്പോ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകരെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. ആയിഷാ ബീവി അടുത്തേക്ക് ചെല്ലുമ്പോ എന്തേ പറയുന്നതെന്നറിയോ? അല്ലാഹുമ്മ ഹീനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ. പടച്ചവനെ, ഒരു പാവപ്പെട്ടവനെ പോലെ ഈ ദുനിയാവിൽ എനിക്ക് ജീവിക്കണമല്ലോ. ഒരു പാവപ്പെട്ടവനെ പോലെ എന്നെ നീ യാത്രയാക്കണേ അല്ലോ. അങ്ങനെ ദുആ ചെയ്ത പ്രവാചകർ പടച്ചവനെ പാവപ്പെട്ടവനെ പോലെ ഒന്നുമില്ലാതെ എല്ലാ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ട് അവസാനം അവിടത്തെ പടയെങ്കി പോലും പണയമായിരുന്നു. അല്ലാഹുവേ പടച്ചവനെ, പ്രവാചകന് മരണവേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോയി, അസ്റായീലേ ഒന്ന് പതുക്കെ പിടിക്കൂ. ഇല്ല നബിയേ, എനിക്കറിയില്ല നബിയേ, എനിക്കറിയില്ല നബിയേ. അവിടത്തെ റൂഹ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാ. ഓരോ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോഴും മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വരേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ എഴുന്നേൽക്കുന്നുണ്ട്, തിരിച്ചു കിടക്കുന്നുണ്ട്. റസൂലുള്ളാഹി എഴുന്നേൽക്കുന്നുണ്ട്, തിരിച്ചു കിടക്കുന്നുണ്ട്. കടന്നു പിടയുകയാണ്. ആയിഷാ ബീവി റളിയല്ലാഹു തന്റെ ഭർത്താവിന്റെ തല പിടിച്ച് നെടിത്തട്ടിൽ വെച്ചിട്ട് ആയിഷാ ബീവി റളിയല്ലാഹു തആല ആ വെള്ളം കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞതെന്നറിയോ? ഈ വഅദ് കേൾക്കാൻ ഒഴുകിയെത്തിയ പെങ്ങന്മാരെ, റസൂലുള്ള തന്റെ ഭാര്യയായ ആയിഷാ ബീവിയോട് പറഞ്ഞതെന്നറിയോ? ആയിഷാ, മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷാ. എന്തിനാണ് പറഞ്ഞു കൊടുത്തതെന്നറിയോ? ആയിഷാ ബീവിക്ക് മക്കളില്ലായിരുന്നു. ആയിഷാ ബീവിക്ക് മക്കളില്ലായിരുന്നു. പ്രസവ വേദന അനുഭവിച്ചിട്ടില്ല പെങ്ങള്. ആയിഷാ ബീവിയോട് പറഞ്ഞു കൊടുത്തു, ആയിഷാ, മരണത്തിന് വല്ലാത്ത വേദനയാ, തയ്യാറെടുത്ത് കൊള്ളണേ ആയിഷാ. ഉമ്മ 18 വയസ്സായിരുന്നു. ഉമ്മ റസൂലുള്ളാഹി ഇത് പറഞ്ഞു കൊടുക്കുമ്പോ ആയിഷാ ബീവിയുടെ പ്രായം 60 അല്ല, 50 അല്ല, 40 അല്ല, 30 അല്ല, 20 അല്ല, 18 വയസ്സായിരുന്നു പൊന്നുമോളെ. 18 വയസ്സുകാരിയോട് പ്രവാചകൻ പറഞ്ഞു, മരണത്തിന് വല്ലാത്ത വേദനയാ. നിനക്കറിയാമല്ലോ ഖുർആനാ പറഞ്ഞത് വേദനയുണ്ടെന്ന്. ഈ സദസ്സിലിരിക്കുന്ന സർവർക്കും എന്ത് വിശ്വാസമില്ലെങ്കിലും വിശ്വാസമുണ്ട് മരണത്തിന് വേദനയുണ്ടെന്ന്. നമ്മൾ ആരും ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ വിശ്വസിക്കുന്നത്? അള്ളയാണ് പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞതാരെന്നറിയോ? ഈ പ്രപഞ്ചം മുഴുവൻ വടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിരാജനായ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹുവാണ് പറഞ്ഞത് മരണത്തിന് വേദനയുണ്ടെന്ന്. റസൂലുള്ളാഹി കിടന്ന് പുളയുകയാണ്. അല്ലാഹുവേ, സഹിക്കാൻ കഴിയാതെ അവിടെ കിടന്ന് പിടയുകയാ. അവസാനം ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നെഞ്ചിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ്. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നെഞ്ചിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാ. പടച്ചവനെ, ആ സമയത്താണ് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സ്വഹാബി കടന്നു വരുന്നത്. ആ സ്വഹാബിയുടെ കയ്യിലൊരു മിസ്വാക്ക് ഇരിക്കുന്നുണ്ട്. ആയിഷാ ബീവിയുടെ കൂടെ പറപ്പാണ്. അല്ലാഹുവിന്റെ
റസൂൽ ആയിഷ ബീവിയുടെ മുഖത്ത് നോക്കി, സഹാബിയുടെ കയ്യിലേക്ക് നോക്കി. ആയിഷ ബീവിക്ക് മനസ്സിലായി പ്രവാചകനെ മിസ്വാക്ക് ചെയ്യണമെന്ന്. ആയിഷ ബീവി അടുത്തേക്ക് വിളിച്ചു, മിസ്വാക്ക് വാങ്ങിയിട്ട് പ്രവാചകന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിന് പല്ല് തേക്കാൻ കഴിയുന്നില്ലോ, അല്ലാഹുവിന്റെ റസൂലിന് പല്ല് തേക്കാൻ കഴിയുന്നില്ലോ, കൈ ചലിപ്പിക്കാൻ കഴിയുന്നില്ലോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആ മിസ്വാക്ക് എടുത്ത് തന്റെ വായ്ക്കകത്ത് വെച്ച് ചവച്ചരക്കുകയാണ്. എന്നിട്ട് ഉമ്മ കുഞ്ഞിന്റെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ തന്റെ ഭർത്താവിന്റെ പല്ല് തേച്ച് കൊടുത്തു. പെങ്ങളെ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് എല്ലാവരും നിന്ന് കരയുകയാണ്. ആ കാഴ്ച കാണാൻ കഴിയാതെ, ആ കാഴ്ച കാണാൻ കഴിയാതെ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ പ്രവാചകന്റെ വീടിന്റെ കവാടത്തിൽ തന്റെ വളർത്തുമകൻ ഇങ്ങനെ കടന്നു വരികയാ. റസൂലുള്ളാഹിന്റെ വളർത്തുമകൻ ഇങ്ങനെ കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈയൊന്ന് ചലിക്കുകയാ, പ്രവാചകന്റെ കൈയൊന്ന് ചലിക്കുകയാ. ചെറുതായിട്ട് ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നു. മോനെ അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യുന്നേ, അല്ലാഹു എന്റെ മരണം എളുപ്പമാക്കി തരാ, അല്ലാഹു എന്നോടൊന്ന് കരുണ കാണിക്കാ. അവനൊന്ന് ദുആ ചെയ്യുമെന്ന് പറഞ്ഞ് ആംഗ്യം കാണിച്ചെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പതിരാത്രി ഒരുമിച്ച് കൂടിയവരെ ഉറപ്പുണ്ടോ? ലോകത്തിന്റെ നേതാവ് പോലും വേദന സഹിക്കാൻ കഴിയാതെ പിടഞ്ഞു പോയതെങ്കിലോ എന്റെയും നിങ്ങളുടെയും മരണത്തെ കുറിച്ച് എന്തേ ആലോചിക്കാത്തത്? 70,000 മലക്കുകളടങ്ങുന്ന ഒരു സൈന്യം കടന്നു വന്നിട്ട് തന്റെ ചതയ്ക്കുന്ന ഒരു രംഗമെന്തേ മറന്നു പോകുന്നത്? ഇതാ ബലഗത്തിത്തറാക്കി വകീല മൻറാക്ക് വലന്ന അന്നഹുൽ ഫിറാക്ക് വൽതഫത്തി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിൽ മസാഖ്. മലക്കുകളെ ചുറ്റുപാടും മുഴുവനും നിന്നിട്ട് തല്ലിച്ചതയ്ക്കുന്ന രംഗത്തെ കുറിച്ചെന്തേ ചിന്തിക്കാത്തത്? വലിച്ചു പറിക്കുന്ന രംഗത്തെ കുറിച്ചെന്തേ ചിന്തിക്കാത്തത്? ആ വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുമല്ലോ, വായിലൂടെ പതയും നുരയും വരുമല്ലോ, മൃഗങ്ങളെ കിടന്ന് വിളിക്കുന്നത് പോലെ മുക്കറയിടുമല്ലോ. അല്ലാ നിങ്ങളെ നീ കാക്കണമല്ലോ, നിങ്ങളുടെ മരണവേദന കുറച്ച് തരണമല്ലോ.